ഫോട്ടോ എടുക്കുന്നിടയിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവരെ വിലക്കുന്നുണ്ടായിട്ടും ആ വിലക്ക് അവഗണിച്ച് അവർ പുഴയിലേക്ക് ഇറങ്ങി. എന്നിട്ടാണ് അവർക്ക് അപകടം സംഭവിച്ചത്. പ്രത്യേകിച്ചിട്ട് കുട്ടികളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഴക്കാലമാണല്ലോ, കോരിച്ചൊരിയുന്ന മഴയായതുകൊണ്ട് തോടുകളും പുഴകളൊക്കെ നിറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോ. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ലിനടുത്തുള്ള 2 കുട്ടികൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ കുളത്തിൽ മുങ്ങി മരിച്ചിട്ടുള്ള ഒരു സംഭവം നടക്കുകയുണ്ടായി. ഇതേ സംഭവമാണ് ഇപ്പോൾ ഇന്നലെയും നടന്നിട്ടുള്ളത്. അതായത് കണ്ണൂർ ഇരിക്കൂറിലുള്ള സിബ്ക കോളേജിലെ 2 വിദ്യാർത്ഥികൾ പഴശ്ശിപ്പുഴയിൽ മുങ്ങി മരിച്ചിട്ടുള്ള സംഭവം. ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് യാതൊരു മുൻകരുതലുകളും ഇല്ലാതെ പുഴയിലേക്ക് ഇറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ കുളത്തിലേക്ക് കുളിക്കുമ്പോഴൊക്കെയാണ് ഇത്തരം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ 2 വിദ്യാർത്ഥികൾ, അതായത് ഈ സിബ്ക കോളേജിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ പുഴയിൽ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നിടയിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവരെ വിലക്കുന്നുണ്ടായിട്ടും ആ വിലക്ക് അവഗണിച്ച് അവർ പുഴയിലേക്ക് ഇറങ്ങി. എന്നിട്ടാണ് അവർക്ക് അപകടം സംഭവിച്ചത്. അതുകൊണ്ട് ഇവിടെ ഉണർത്താനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞത്, ദയവ് ചെയ്തിട്ട് ഈ മഴക്കാലമായതിനാൽ ഇനി എത്ര നീന്തൽ വശമുള്ളവർ ആണെങ്കിൽ തന്നെ പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ ഇറങ്ങി കുളിക്കുമ്പോൾ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചിട്ട് കുട്ടികളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കുട്ടികളെ സ്കൂൾ വിട്ടിട്ടോ അല്ലെങ്കിൽ പള്ളിക്കൂടത്തിലേക്ക് പോയി വന്നതിന് ശേഷം ഇവർ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് ഈ പുഴയിലും അതുപോലെ തന്നെ കുളത്തിലൊക്കെ പോയി കുളിക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾ ഇത്തരം രീതിയിൽ കുളിക്കുന്നതും ഒക്കെ രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കണം. ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല. അത് അപകടം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അപകടം ഒഴിവാക്കാം എന്നാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഈ മഴക്കാലമായതുകൊണ്ട് ഈ പുഴയിലും അതുപോലെ തന്നെ കുളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഈ കുളിയും അതുപോലെ തന്നെ റീൽസ് എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഒഴിവാക്കണമെന്നാണ് ഈ അവസരത്തിൽ എല്ലാവരോടും ഉണർത്താനുള്ളത്.